ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ഗാനരചയിതാവും ഗായകനും ഉൾപ്പെടെ 4 പേർക്കെതിരെ പ്രതിയാക്കിയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിനു ശ്രീധർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പാരഡി പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആൾക്കാരും പാരഡി പാടുന്നുണ്ട്. പാരഡി തന്നെ ഇപ്പോൾ ചെമ്മനം ചാക്കോ പോലെയുള്ള ആളുകൾ തന്നെ ഈ പാരഡി അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവരുള്ളവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പറയൂ റിനു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. SKN, ഈ പാരഡി ഗാനം ആർക്ക് പണിയായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഈ സൈബർ SP-ക്കാണ് ഇപ്പം അങ്കിത് അശോകിനാണ് നിലവിൽ അന്വേഷണ ചുമതല. ഇപ്പോൾ മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സൈബർ പോലീസ് ഇതിൽ ഈ 4 പേർക്കെതിരെ നിലവിൽ കേസെടുത്തെങ്കിലും ഇത് പ്രചരിപ്പിച്ച മറ്റുള്ള ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒപ്പം ഈ പാട്ട് എഴുതിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നു. ഈ 2 കാര്യങ്ങളാണ് സൈബർ പോലീസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ പോലീസിനുള്ളിൽ തന്നെ 2 അഭിപ്രായം ഇതിൽ ഉണ്ട്. കാരണം സാധാരണഗതിയിൽ സൈബർ പോലീസ് ഇങ്ങനെ ഒരു കേസ് എടുക്കും, അതിനുശേഷം നോട്ടീസ് നൽകും, ഇവരെ വിളിച്ചു വരുത്തും. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ നിലനിൽക്കാറില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ നീക്കം കൂടി ഉള്ളതുകൊണ്ട് ഈ കേസ് എത്രമാത്രം മുന്നോട്ട് പോകും, ഈ കേസിൻ്റെ ഗതി എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് തന്നെ പോലീസിനുള്ളിലുള്ളവർ തന്നെ 2 അഭിപ്രായം പറയുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് അടക്കം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്നുള്ളൊരു ആരോപണം ഉയർത്തുന്നുമുണ്ട്. ഇന്നിപ്പോൾ പത്തനംതിട്ട DC ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട് CPM-ന്റെ. അതിനുശേഷമായിരിക്കും CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോലീസിന് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യം തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും സംസ്ഥാന നേതൃത്വത്തോടു കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കും CPM ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്. ഇവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന അടക്കമുള്ള നീക്കത്തിലേക്ക് കടക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് CPM. ആ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകുന്നതിൽ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നുണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.